ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കൽമാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ കക്ക ഇറച്ചി ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ചിപ്പിക്കയുടെ ഇറച്ചി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു കൽമാസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1.5 കപ്പ് പുഴുങ്ങലരിയും ഒരു 1/2 കപ്പ് പച്ചരിയും കൂടി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കൽമാസിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനങ്ങനെ എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. ഇനി അതുപോലെ തന്നെ 2 വലിയ സൈസുള്ള ഉള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ അതാ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കക്ക ഇറച്ചിയാണ് കേട്ടോ. ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കക്ക ഇറച്ചി വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ കക്ക ഇറച്ചി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഈ സമയം നമുക്കിതിലേക്ക് നമ്മളുടെ ആ ഒരു കക്ക ഇറച്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മളുടെ ഈ കക്ക ഇറച്ചിയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് കൽമാസിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് തേങ്ങയും ഉള്ളി പിന്നെ വലിയ ജീരകം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ മാവൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ നെയ്പ്പത്തിലൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ കൽമാസിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോർമലി ഓവൽ ഷേപ്പിലാണല്ലോ ഉണ്ടാവുക, പക്ഷെ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഫില്ലിങ്സൊക്കെ അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പം കയ്യിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പം ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റീമറിൽ അടിയിൽ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൽമാസൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ കൽമാസൊക്കെ ഇവിടെ നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. നമുക്കിതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷെ കൽമാസ് എന്ന് പറയുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കൽമാസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ പാനിൽ ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി ചിക്കനിലൊക്കെയാണല്ലോ ഉണ്ടാക്കുക, ചിക്കൻ ചെമ്മീനൊക്കെ വെച്ചാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മളുടെ കക്ക ഇറച്ചി ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.